എന്നുള്ളതൊക്കെ വേണം. ഇപ്പൊ ഇതിനൊക്കെ തെളിവ് ചോദിക്കുന്ന കാലഘട്ടമാണ്. ഇതിനെന്തൊക്കെ തെളിവുണ്ടോ എന്ന് എന്തിനാ തെളിവ് ചോദിക്കുന്നത്? നിന്റെ വാപ്പ ചെയ്തിട്ടില്ല, അതല്ലേ ഏറ്റവും വലിയ തെളിവ്. എന്തിനാ ഇതൊക്കെ ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ അവിടെയുണ്ടോ, എന്തിനാ വാപ്പ തെളിവ് ചോദിക്കുന്നത്? വാപ്പ നിന്റെ ഉപ്പ ചെയ്തിട്ടില്ലേ? നിന്റെ ഉപ്പാന്റെ ഉപ്പ ചെയ്തിട്ടില്ലേ? നിന്നെ പഠിപ്പിച്ച ഉസ്താദന്മാര് ചെയ്തിട്ടില്ലേ? എന്തിനാ തെളിവ്? മഹാനായി നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അബൂ ലഹബിനെ അല്ലാഹു ശപിച്ചു. ആ ഖുർആനിന്റെ സൂറത്ത് വായിക്കുമ്പോൾ അർത്ഥം വായിക്കുമ്പോൾ മനസ്സിലാകും, ഈ അബൂജഹൽ നരകത്തിൽ കിടക്കുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു സ്വപ്നം കണ്ടു. അപ്പൊ അബൂജഹലിനോട് ചോദിച്ചു, എടാ അബൂലഹബിനോട് ചോദിച്ചു, എങ്ങനെയുണ്ടടാ? പറഞ്ഞു, നരകത്തിന്റെ അകത്താ, വലിയ ശിക്ഷയാ. എങ്കിൽ എല്ലാ തിങ്കളാഴ്ച ദിവസവും അള്ളാഹു എന്നോട് കരുണ കാണിക്കാറുണ്ട്. അള്ളാന്റെ ഖുർആൻ ശപിച്ച ഒരുത്തം പറഞ്ഞതാ. എല്ലാ തിങ്കളാഴ്ച ദിവസവും, ഇത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ലല്ലോ, എല്ലാ തിങ്കളാഴ്ച ദിവസവും അള്ളാഹു എന്നോട് കരുണ കാണിക്കാറുണ്ട്. എന്റെ കൈയുടെ വിരലുകൾക്കിടയിലുള്ള വെള്ളം വരെ ഞാനിങ്ങനെ കുടിക്കാറുണ്ട്. തിങ്കളാഴ്ച മാത്രം അള്ളാഹ് എന്നോട് കരുണ കാണിക്കാറുണ്ട്. അപ്പൊ ഇബ്നു അബ്ബാസ് തങ്ങൾ ചോദിച്ചു, അത്ര എന്താ കാരണം? എന്തേ കാരണം എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസം ഒരു അടിമ പെണ്ണാണ് വന്നിട്ട് ഇവനോട് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസം പ്രവാചകൻ പിറന്നു എന്ന് വന്നു പറഞ്ഞത് ഒരു അടിമ പെണ്ണായിരുന്നു. അന്ന് പ്രവാചകൻ പിറന്നു എന്ന് വന്നു പറഞ്ഞ അടിമ പെണ്ണിനെ സന്തോഷം കാരണം മോചിപ്പിച്ചു കളഞ്ഞു. അള്ളാഹു അതിന് കൊടുത്ത പ്രതിഫലം അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പ്രവാചകൻ ജനിച്ച ദിവസം സന്തോഷം കാരണം പറഞ്ഞ അടിമയെ മോചിപ്പിച്ച ഒരു കാഫിറിന്, ഖുർആൻ ശപിച്ചവന്, നരകത്തിൽ കിടക്കുന്നവൻ അള്ളാഹ് ഈ പ്രതിഫലം കൊടുക്കുന്നുണ്ടെങ്കിൽ, ഓർമ്മ വെച്ച കാലം മുതൽ മുഹമ്മദ് എന്ന് പറയുമ്പോ അറിയാതെ നാവിന്റെ മുമ്പിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നറിയാതെ പറഞ്ഞു പോകുന്ന ആ സ്നേഹത്തിന്റെ ഉടമകളായ നമുക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ ജീവിതം റബീഉൽ അവ്വൽ 11 അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ അകത്ത അവസ്ഥ എന്തെന്നറിയോ? മോളെ, വിളക്ക് കത്തിച്ചില്ല. മോളെ, ചിറ്റാറുള്ള പെങ്ങളെ, റബീഉൽ അവ്വൽ 11 പാതിരാത്രി വൈകുന്നേര സമയമായി പ്രവാചകന്റെ വീടിന്റെ അകത്ത് വിളക്ക് കത്തിക്കുന്നില്ല. അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, എന്തേ ആയിഷ വിളക്ക് കത്തിക്കാത്തെ? എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുന്ന പ്രവാചകൻ ചോദിച്ചു, എന്തേ വിളക്ക് കത്തിക്കാത്തെ? ഭാര്യ മാറിപ്പോയി നിന്നിട്ട് കരയുകയാ. കാരണം വിളക്കിന്റെ അകത്ത് ഒഴിക്കാൻ എണ്ണയില്ലായിരുന്നു. 63-ാമത്തെ വയസ്സില് ലോകത്തിന്റെ നേതാവിന്റെ വീടിന്റെ അകത്ത് വിളക്കിന്റെ അകത്ത് ഒഴിക്കാൻ എണ്ണയില്ലാതെ ഭാര്യ മാറി നിന്ന് കരയാ. രണ്ടാമതും ചോദിച്ചു, എന്തേ ആയിഷ? കരഞ്ഞോണ്ട് പറയുന്നു, നബിയെ എണ്ണയില്ല നബിയെ. മറ്റുള്ള ഭാര്യമാരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അവിടുന്ന് എല്ലാ വീടുകളിലും കയറി ഇറങ്ങി കിട്ടിയത് കൊണ്ടുവന്നിട്ടാ വിളക്ക് കത്തിച്ച്. ഇതായിരുന്നു പ്രവാചകന്റെ വീടിന്റെ അവസ്ഥ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ അടുത്തേക്ക് വിളിച്ചു, ആയിഷ ഓടിവാ, ഇന്ന സ്ഥലത്ത് 6-7 ദിർഹം ഇരിക്കുന്നുണ്ട്, എടുത്തുകൊണ്ടുവാ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഓടിപ്പോയി ആ ദിർഹം എടുത്തുകൊണ്ടുവന്ന് പ്രവാചകന്റെ കയ്യിൽ വെച്ചു കൊടുക്കുമ്പോ കരയ. അള്ളാന്റെ റസൂല് കരയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ നബിയെ കരയുന്നേ? എന്റെ വീടിന്റെ അകത്ത് ഈ പൈസ ഇരിക്കുമ്പോ ഞാൻ മരിച്ചുപോയാൽ രക്ഷപ്പെടൂലല്ലോ. ഈ 6-7 ദിർഹം എന്റെ വീടിന്റെ അകത്തിരിക്കുമ്പോഴാ ഞാൻ വഫാത്തായി പോകുന്നു, ഞാൻ മരിച്ചു പോകുന്നതെങ്കിൽ ഞാൻ അള്ളാഹിനോട് എന്തു പറയും? ആയിഷ, എന്റെ കണ്ണടയുന്നതിന് മുമ്പ് നീ ഇത് പാവങ്ങൾക്ക് കൊണ്ടുകൊടുക്ക്. ഒരു 5 നയാ പൈസ ഇല്ലായിരുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ വീടിന്റെ അകത്ത് ഒന്നുമില്ല, പടയെങ്കിൽ പോലും പണയം. നിങ്ങൾ ചിന്തിക്ക്, പ്രവാചകൻ റബീഉൽ അവ്വൽ 11 ഒരൊറ്റ രൂപ കയ്യിലെടുക്കാനില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പിറ്റേ ദിവസം സുബഹിക്ക് വാങ്ക് വിളിച്ചു. റബീഉൽ അവ്വൽ 12 വാങ്ക് വിളിച്ചു. പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോ പ്രവാചകൻ പറഞ്ഞു, ആയിഷ, ആ ജനലിൽ ഇട്ടിരിക്കുന്ന ആ കർട്ടൻ ഒന്ന് മാറ്റ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കർട്ടൻ മാറ്റി. പ്രവാചകൻ നിസ്കരിക്കുന്ന ഓരോ സഹാബികളെയും നോക്കി സലാം വീട്ടാറായപ്പോൾ പറഞ്ഞു, ആയിഷ, തുണി പിടിച്ചിടാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന് രോഗത്തിന് അല്പം കുറവുണ്ടായിരുന്നു. പക്ഷേ റബീഉൽ അവ്വൽ 12 അല്ലാഹു
അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പെട്ടെന്ന് രോഗമങ്ങ് കൂടി. അള്ളാഹുവിന്റെ റസൂലിന്റെ പനി കൂടി. റസൂലുള്ളാഹി തളർന്നുപോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ രണ്ടുപേരും പ്രവാചകന്റെ ചാരത്തിരുന്നിട്ട് കരയുകയാ. അള്ളാഹുവിന്റെ റസൂൽ ബോധരഹിതനായി കിടക്കുകയാ. ആ സമയത്താണ് വീടിന്റെ കവാടത്തിൽ അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കുടുംബമേ ഒന്ന് വാതിൽ തുറക്കുവോ. ആരോ വീടിന്റെ വെളിയിൽ വന്ന് സലാം പറയുന്നു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വാപ്പയുടെ ചാരത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന കരളിന്റെ കഷ്ടമായ പൊന്നുമോള് പറഞ്ഞു, എന്റെ ഉപ്പാനൊട്ടും വയ്യ, എന്റെ ഉപ്പാന് സംസാരിക്കാൻ കഴിയില്ല, വേദന സഹിക്കാൻ കഴിയാതെ എന്റെ ഉപ്പ ഇപ്പോഴാ ഒന്ന് ഇറങ്ങിയേ, എന്റെ ഉപ്പ തളർന്നു കിടക്ക, നിങ്ങൾ പോയിട്ട് പിന്നെയൊന്ന് വരുവോ. അള്ളാഹുവേ, ആ മനുഷ്യൻ കുറച്ചു കഴിഞ്ഞു. കുറച്ചു നേരത്തേക്ക് ശബ്ദമൊന്നുമില്ല. കുറെ കഴിഞ്ഞപ്പോ വീണ്ടും പറയുന്നു, അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്, പ്രവാചകന്റെ കുടുംബമേ ഒന്ന് വാതിൽ തുറക്കുവോ. അപ്പോഴും ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വിളിച്ചു പറഞ്ഞു, എന്റെ ഉപ്പയ്ക്ക് വയ്യ, എന്റെ ഉപ്പ സുഖമില്ലാതെ കിടക്ക, നിങ്ങൾ പോയിട്ട് പിന്നെയൊന്ന് വാ. പടച്ചവനെ, കുറെ സമയം കഴിഞ്ഞു. മൂന്നാമതും അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്, വാതിലൊന്ന് തുറക്കുമോ എന്ന് വിളിച്ചു ചോദിക്കുമ്പോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞെട്ടി ഉണർന്നിട്ട് പറയുന്നു, മോളെ ഫാത്തിമ, വാതിൽ തുറക്കും മോളെ, മോളെ ഫാത്തിമ, വാതിൽ തുറക്കും മോളെ. ആരാ? മലക്കുൽ മൗത്ത് അസ്റായീൽ. അസ്റായീലിന്റെ ശബ്ദമാ മോളെ. അല്ലാഹുവേ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ കവാടം തുറന്നു. മലക്കുൽ മൗത്ത് പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അസ്റായീലേ, എന്നെ കാണാൻ വന്നതാണോ? എന്നെ രോഗസന്ദർശനം നടത്താൻ വന്നതാണോ? ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകനോട് മലക്കുൽ മൗത്ത് പറഞ്ഞു, നബിയേ, അങ്ങ് അനുവാദം തന്നാ കൂട്ടിക്കൊണ്ടു പോകാമെന്നതാ നബിയേ. അങ്ങ് അനുവാദം തന്നാൽ, അങ്ങയുടെ റൂഹ് പിടിക്കാൻ അനുവാദം തന്നാൽ പിടിക്കാമെന്നതാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അസ്റായീലേ, സമ്മതം കൊടുക്കുകയാ. അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് സമ്മതം കൊടുത്തു. കാലിന്റെ തള്ള വിരൽ നിന്ന് പിടിക്കാൻ തുടങ്ങി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലിന്റെ തള്ള വിരൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങി. പ്രവാചകൻ എഴുന്നേൽക്കുന്നുണ്ട്, തിരിച്ചു കിടക്കുന്നുണ്ട്, തിരിഞ്ഞും മറിയുന്നുണ്ട്. വല്ലാത്ത വേദന, വല്ലാത്ത വേദന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണ് നിറഞ്ഞുപോയി. ലോകത്തിന്റെ നേതാവ് ചോദിച്ചു പോയി, അസ്റായീലേ, ഒന്ന് പതുക്കെ പിടിക്കൂ അസ്റായീൽ, എന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, ഭയങ്കര വേദന അസ്റായീലേ, ഒന്ന് പതുക്കെ പിടിക്കുവോ. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോ അസ്റായീൽ അലൈഹിസ്സലാം കരയ. അസ്റായീൽ ഇരുന്ന് കരയ. യാ റസൂലല്ലാഹ്, എനിക്കിതിനെക്കാളും മയമായി പിടിക്കാൻ അറിയില്ല നബിയേ, ഇതിനെക്കാളും മയമായിട്ട് റൂഹ് പിടിക്കാൻ എനിക്കറിയില്ല. ഞാൻ എത്രയോ പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചിട്ടുണ്ട്, പിഞ്ചു കുഞ്ഞുങ്ങളുടെ റൂഹ് പോലും ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇന്ന് വരെ എന്റെ കൈ വിറച്ചിട്ടില്ല നബിയേ. ഒരാളുടെയും റൂഹ് പിടിക്കുന്ന സമയത്ത് എന്റെ കൈ വിറച്ചിട്ടില്ല. ഇന്ന് എന്റെ കൈ പോലും വിറക്കുന്ന നബിയെ എനിക്കറിയില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേദന സഹിക്കാൻ കഴിയാതെ എഴുന്നേക്കും, കിടക്കും, തിരിഞ്ഞും മറിഞ്ഞും കിടക്കും, പെടയുകയാ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, ആയിഷ ബീവി റളിയല്ലാഹു തആല ഓടി വന്നിട്ട് റസൂലുള്ളാഹിന്റെ തലയെടുത്ത് മടിയിൽ വെച്ചു. ഫാത്തിമ ബീവി വെള്ളം എടുത്തിട്ട് വന്നു, തുണിക്കകത്ത് മുക്കിയിട്ട് റസൂലുള്ളാഹിന്റെ മുഖം തുടച്ചു കൊടുക്കുക. അള്ളാഹിന്റെ റസൂലിന്റെ ശരീരമൊക്കെ തടക, അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരം മുഴുവനും തടകി കൊടുക്കുന്നു. ആ സമയത്ത് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് 18 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഉമ്മ ആയിഷ ബീബിയുടെ വയസ്സ് 18 വയസ്സ്. പ്രസവിച്ചിട്ടില്ല, മക്കളില്ല. ആയിഷ ബീബി പ്രസവ വേദന അനുഭവിച്ചിട്ടില്ല, മക്കളില്ലായിരുന്നു. ആ സാധുവായ ഭാര്യയോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ, ഇന്നലിൽ മൗതി ലസക്കറ, മരണത്തിന് വലിയ വേദനയാ ആയിഷ, എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല. മരണത്തിന് വലിയ വേദന ആരാ പറയുന്ന? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രപഞ്ചം സൃഷ്ടിക്കാൻ കാരണക്കാരൻ നബിയാ, ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരായ നബിയാ പറയണേ, മരണത്തിന് വലിയ വേദനയുണ്ട് ആയിഷ, എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല, എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, തന്റെ വീടിന്റെ അകത്തിരുന്ന അവസാന ദിർഹം സദഖ കൊടുത്ത നബി,
തന്റെ വീടിന്റെ അകത്തിരുന്ന് അവസാനത്തെ ദിർഹം സദക്ക കൊടുത്ത നബിയുടെ വഫാത്താ പറയുന്നേ. എന്റെയും നിങ്ങളുടെയും മരണത്തെ കുറിച്ച് എന്ത് ചിന്തിക്കാത്ത? കള്ളവല്ലല്ലോ ഇതൊന്നും കഥയല്ലല്ലോ. ഖുർആനിൽ അല്ലാഹു എഴുതി വെച്ചിട്ടില്ലേ, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, മരണത്തിന് വേദനയുണ്ടെന്ന് അള്ളയല്ലേ വാപ്പ പറഞ്ഞേ? നിനക്ക് വിശ്വാസമില്ലേ? അള്ളയല്ലേ പറഞ്ഞ മരണത്തിന് വേദനയുണ്ടെന്ന്? എന്തേ നീ ഒരുങ്ങാത്ത? എന്തേ ആലോചിക്കാത്ത? ഒരു ദിവസം നിന്റെ വാപ്പ പോയതുപോലെ പോകേണ്ടതാണെന്നുള്ള ഓർമ്മ എനിക്കും നിനക്കില്ലല്ലോ. എന്തേ ഉമ്മമാരെ ചിന്തിക്കാത്തത്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവസാനം എഴുന്നേറ്റിട്ട് ആയിഷ ബീവിയുടെ നെഞ്ചിൽ ചാരിയിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ ആയിഷ ബീവിയുടെ നെഞ്ചിൽ ഇങ്ങനെ ചാരിയിരിക്കുമ്പോഴാ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സഹാബി കടന്നു വരുന്നത്. ആ സഹാബിയുടെ കയ്യിൽ ഒരു മിസ്വാക്ക് ഇരിക്കുന്നു. പ്രവാചകൻ തന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി, ആ സഹാബിയുടെ കയ്യിൽ നോക്കി. ആയിഷ ബീവിക്ക് മനസ്സിലായി പ്രവാചകന് പല്ല് തേക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. കൂടെ പറപ്പിനെ അടുത്ത് വിളിച്ചിട്ട് മിസ്വാക്ക് എടുത്തിട്ട് റസൂലുള്ളാഹിന്റെ കൈ വെച്ചു കൊടുത്തു. പൊങ്ങണില്ല. റസൂലുള്ളാഹിന് കൈ പൊക്കാൻ കഴിയുന്നില്ല. മരണവേദന കാരണം തന്റെ കൈ ഉയർത്താൻ കഴിയുന്നില്ല. ആ മിസ്വാക്ക് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ വായി വെച്ച് കടിച്ച് ചവച്ചരച്ചിട്ട് എന്നിട്ടാ റസൂലുള്ളാഹിന് പല്ല് തേച്ചു കൊടുത്തേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ റൂഹ് പിടിച്ച് അരയുടെ ഭാഗം കഴിഞ്ഞപ്പോഴാ റസൂലുള്ളാഹിയുടെ വളർത്തുമകൻ ഉസാമ റളിയല്ലാഹു തആല അൻഹു, പ്രവാചകന്റെ വളർത്തുമകന് നബിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഉസാമ റളിയല്ലാഹു തആല അൻഹു വീടിന്റെ കവാടത്തിൽ വന്നപ്പോ കൈ ഇങ്ങനെ ചെറുതായിട്ട് അനക്കുകയാ. റസൂലുള്ളാഹി തങ്ങള് തളർന്നു കിടക്കുന്ന തന്റെ കൈ ഇങ്ങനെ ചെറുതായിട്ട് ഉയർത്തിയിട്ട് ഇങ്ങനെ കാണിച്ചു അത്രേ. മോനെ ഉസാമ, മോനെ ഉസാമ, പാപ്പായ്ക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യടാ. അള്ളാഹു എന്റെ മരണവേദന ഒന്ന് കുറച്ചു തരാൻ, എന്റെ മരണം അല്ലാഹു ഒന്ന് എളുപ്പമാക്കി തരാൻ, എന്റെ പൊന്നുമോൻ അല്ലാഹുവോട് ദുആ ചെയ്യുന്ന ആംഗ്യം കാണിച്ചു പോയെങ്കിൽ വാപ്പാ ഇത് സത്യമാ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, മരണത്തിന് വേദനയുണ്ടെന്ന് അള്ളയാ പറഞ്ഞേ. ഉമ്മ, പ്രസവം ഒന്നും ഒരു വേദനയല്ല ഉമ്മ, നീ അത് മരണവേദന എന്ന് പറയരുത്. അതിനേക്കാളും എത്രയോ മടങ്ങ് മലമൂത്ര വിസർജനം നടത്തിപ്പോകുമ്മ. മരണവേദന നീ പ്രസവിച്ച് നടത്തിയില്ലല്ലോ. അള്ളാഹുവേ, ഒരു മനുഷ്യൻ മരണവേദന സഹിക്കാൻ കഴിയാതെ മലമൂത്ര വിസർജനം പോലും നടത്തി പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കുക. വെറുതെ ജീവിച്ചിങ്ങനെ പോകാതെ എന്തെങ്കിലുമൊക്കെ കരുതി വെക്കുക. അപ്പ ഭാര്യക്കും മക്കൾക്കും വേണ്ടി ജീവിച്ചില്ല ഇത്രയും കാലം, നിനക്ക് വേണ്ടി നീ എന്താ ചെയ്തു വെച്ചേ? ഈ പള്ളിപ്പറമ്പിൽ നീ വന്ന് കിടക്കുന്ന ദിവസം നിനക്ക് കൊണ്ടുപോകാൻ എന്താ വാപ്പ ഉള്ളേ? ഉമ്മ നിന്റെ കയ്യിൽ എന്താ ഉള്ളേ? ഒന്നുമില്ല ഉമ്മ. ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മുഴുവനും മക്കൾക്ക് വേണ്ടിയാ. അവന്മാര് 5 നയാ പൈസ കൊടുത്തിട്ട് എന്റെ വാപ്പാന് വേണ്ടി ദുആ ചെയ്യുന്ന പറയുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ മക്കളെ ചെയ്യുമെന്ന് പ്രതീക്ഷയില്ലാതെ ഉറപ്പ് പറയാൻ നമുക്ക് കഴിയില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു. നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല, എനിക്കതിന്റെ ആവശ്യവുമില്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് സദക്ക കൊടുക്കാൻ കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കൊടുത്ത നിങ്ങളുടെ ഖബറിലേക്ക് ഒഴുകിയെത്തും. അൽഹംദുലില്ലാഹ്, ഇത് ആരുടെ മുന്നിലും തമ്മിലടിക്കാനോ ഞാൻ വലിയവനാണെന്ന് തെളിയിക്കാനോ ഒന്നിനുമല്ല. പാവങ്ങൾക്ക് വേണ്ടിയല്ലേ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ, എല്ലാ വർഷവും ഇതുപോലെ ഒരുമിച്ച് കൂടുന്നതല്ലേ എന്റെ പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സറിഞ്ഞിട്ടൊരു സദക്ക കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ കൊടുക്ക്. അള്ളാഹു നമ്മുടെയൊക്കെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മരണവേദന കുറിച്ച് തരുമാറാകട്ടെ. ഒറ്റ പ്രതിഫലമേ ഉള്ളൂ. നീ എന്തു കൊടുത്താലും, നീ 10 രൂപയാണ് കൊടുക്കുന്നതെങ്കിലും അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം നീ മരിക്കുന്ന സമയത്ത് അള്ളാഹു നിനക്ക് സ്വർഗ്ഗം കാണിച്ചു തരും. നീ അത് കണ്ടിട്ടേ മരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ. അപ്പ പോകുമ്പോ ഒന്നും കൊണ്ട് എന്റെ വാപ്പാനെ കൊണ്ടുപോയി നിനക്കുണ്ട്. എന്റെ വാപ്പാനെ 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് ഞങ്ങളാ ഇറക്കി വെച്ച് ആ ഓർമ്മ എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം ഞാൻ പോകുമ്പോഴും അങ്ങനെ പോകത്തുള്ളെന്ന്. നിങ്ങളും പോകുമ്പോ അങ്ങനെ പോകൂ. ആ ചിന്ത നമുക്കുണ്ടാകണം. വാരിക്കൂട്ടി വെച്ചിട്ട് ഒരു പ്രയോജനവുമില്ല സഹോദരങ്ങളെ. എല്ലാവർക്കും പണം മതി. ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും പണമാണ് എല്ലാവർക്കും വേണ്ടത്. പക്ഷേ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ അത് നല്ല കാര്യങ്ങൾക്ക് ചെലവഴിച്ചിട്ട് പോകുക. അള്ളാഹു
അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 6 മാസം നിങ്ങളുടെ മുന്നിലുണ്ട്. ഈ വസ്തു വാങ്ങുന്നതിന് വേണ്ടി അൽഹംദുലില്ലാ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ അള്ളാഹു തോന്നൽ തരുന്നുണ്ടെങ്കിൽ കൊടുക്ക്. എന്റെ ഉമ്മമാരെ, ശരീരത്ത് കിടക്കുന്ന സ്വർണം ഉസ്താദേ, പ്രസവ വേദന പോലെ എന്നെ കൊണ്ട് താങ്ങാൻ പറ്റിയില്ലല്ലോ, ഞാൻ എങ്ങനെ മരണവേദന സഹിക്കും ഉസ്താദേ? റസൂലുള്ളാഹിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഈ പാവപ്പെട്ടവളായ എന്റെ ഗതി എന്തായിരിക്കും എന്ന ചിന്തയോടെ നീ മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടിട്ട് മരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അള്ളാഹു കൊടുക്കാൻ മനസ്സ് തരുന്നുണ്ടെങ്കിൽ ഊരി കൊടുക്ക്. അള്ളാഹു എല്ലാവർക്കും ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതിന്റെ ചെയർമാന്റെ പേരെന്താ ഉസ്താദ്? ഞങ്ങളുടെ പേര് പരീത കുട്ടി. ആദ്യം കൊടുക്കേണ്ടത് ചെയർമാൻ അതല്ലേ? ആദ്യം തലയാണ് കൊടുക്കേണ്ടത്. ഇതിന്റെ ചെയർമാൻ അദ്ദേഹമാണ്. ഇൻഷാ അല്ലാഹ് ഒരു നല്ല സദക്ക നിങ്ങൾ തീരുമാനിക്കണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു അദ്ദേഹത്തിന് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. എന്താ ഞാൻ പറഞ്ഞോട്ടെ? എത്രയാണെങ്കിലും കുഴപ്പമില്ലല്ലോ. എന്താപ്പാ ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് അദ്ദേഹം തീരുമാനം എടുക്കുന്നതല്ലേ? ഇൻഷാ അല്ലാഹ് നിങ്ങളൊരു 3 സ്വലാത്ത് പറ. കാരണം ശൈത്താൻ വന്നിട്ട് പറയും കൊടുക്കല്ലേ, പണവാ വലുത്, അവന് തിരിച്ചു പറഞ്ഞു കൊടുക്കണമല്ലോ. എടാ നീ സ്വർഗം കണ്ടതല്ലേടാ, എടാ പണത്തിനെക്കാളും വലുത് സ്വർഗമാണെന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ സമയം കൊടുക്കണം. ഒരു 3 സ്വലാത്ത് പറ. സ്വല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. കൊണ്ട് കുടിച്ചാൽ ലോകം ഇടിഞ്ഞു വീഴും. ഞാനൊന്നും പറയുന്നില്ല, ലോകം ഇടിഞ്ഞു വീഴും. അത് പോട്ടെ, അത് വേറെ വിഷയം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കും. എങ്ങനെയാ കുടിക്കുന്നത്? ഇടത് കൈകൊണ്ട് വെള്ളം എടുത്ത് വലത് കൈയുടെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു കുടിയുണ്ട്, വല്ലാത്ത കുടി. ഇങ്ങനെയാണോ വെള്ളം കുടിക്കേണ്ടത്? സത്യത്തിൽ എങ്ങനെയാ കുടിക്കേണ്ടത്? എങ്ങനെ കുടിക്കേണ്ടത്? പറ മനുഷ്യന്മാർ, അങ്ങനെയാണോ കുടിക്കേണ്ടത്? അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇങ്ങനെ കുടിക്കണമെന്ന് ആരാ പറഞ്ഞാൽ? ഇടത് കൈ കൊണ്ട് വെള്ളം എടുത്ത് വലത് കൈയുടെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്ന പോലെ ഇങ്ങനെ കുടിക്കുന്ന കാഴ്ച കാണുന്നു ചോദിക്കുന്നു. എങ്ങനെയാ സത്യത്തിൽ വെള്ളം കുടിക്കുന്നത്? അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങൾ വലത് കൈ കൊണ്ട് തന്നെ കുടിക്കണം. ഇനി അതിന് നമ്മളെ കൊണ്ട് കഴിയുന്നില്ല എങ്കിൽ ഇടത് കൈ കൊണ്ട് വെള്ളം എടുക്കണം. പണ്ട് നമ്മുടെ ഉമ്മ പറയും, കൈയുടെ ഉൾഭാഗത്ത് ഭക്ഷണം പറ്റാൻ പാടില്ല. വെറുതെ ഒന്നുമല്ല പറഞ്ഞത്. ഉമ്മയും ബാപ്പയും പണ്ട് പറയാറുണ്ട്, കൈയുടെ ഉൾഭാഗത്ത് ഭക്ഷണം പറ്റാൻ പാടില്ല. അതിന് പിന്നെ ശാസ്ത്രം വേറെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി മുതൽ കുടിക്കേണ്ടത് എങ്ങനെയെന്നറിയോ? വലത് കൈകൊണ്ട് വെള്ളം കുടിക്കാൻ കഴിയുമെങ്കിൽ വലത് കൈകൊണ്ട് തന്നെ കുടിക്കാം. ഇനി പറ്റുന്നില്ല എങ്കിൽ ഇടത് കൈകൊണ്ട് വെള്ളം എടുത്ത് വലത് കൈയുടെ ഉൾഭാഗത്ത് വെക്കണം. വലത് കൈയുടെ ഉൾഭാഗത്ത് വെച്ചിട്ട് ആ വലത് കൈ ഉയർത്തിയിട്ട് കുടിക്കണം. റസൂലുള്ളാഹിന്റെ സുന്നത്ത് മുറുകെ പിടിച്ച് പ്രതിഫലം കിട്ടും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അന്തസ്സില്ല ചെയ്യുന്നത്. ഇടത് കൈ കൊണ്ട് വെള്ളം എടുത്ത് വലത് കൈയുടെ ഉൾഭാഗത്ത് വെച്ചിട്ട് വലത് കൈ ഉയർത്തിയിട്ട് കുടിക്കാൻ പിടിക്കണം. അതിനും കഴിയാതെ വരുമ്പോൾ മാത്രമാണ് കൈയുടെ മുകളിൽ വെച്ചിട്ട് കുടിക്കാൻ നിൽക്കേണ്ടത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരു നല്ല കാര്യം പഠിച്ചില്ല ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ഹയാത്താക്കിക്കൂടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് രക്ഷപ്പെടും മനുഷ്യ. ഇൻഷാ അല്ലാഹ് അല്ലാഹുവേ, ഈ ഇൻഷാ അല്ലാഹ് പറഞ്ഞ ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ ഭാഗ്യം നൽകണേ പടച്ചവനെ. രണ്ട് ശാപം വാങ്ങി വെക്കുന്ന രണ്ടാമത്തെ കാര്യം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭക്ഷണം ബാക്കി വെക്കണം. താഴെ വീഴുന്ന ഭക്ഷണം നിസ്സാരമായി കളയല. തന്നെ അതിനായിട്ട് താഴെ വീണ് കഴിഞ്ഞാൽ ഇന്നിപ്പോ പണ്ട് ഉസ്താദന്മാര് കഴിച്ചു കഴിയുമ്പോൾ വിദ്യാർത്ഥികൾ നോക്കി നിൽക്കും. ഉസ്താദ് കഴിച്ചതിന്റെ ബാക്കി കഴിക്കാൻ ഒരു ബർക്കത്ത്. ഭർത്താവ് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ബാക്കി കഴിക്കാൻ പണ്ടുള്ളവർ കാത്തിരിക്കും. ഇപ്പൊ അതും കഴിക്കില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾ ആലോചിച്ച്, ചിറ്റാറിലെ ഏറ്റവും അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്ന വീട് ഏതെന്നറിയാം? ചിറ്റാറിലെ പടച്ച റബ്ബിന്റെ റഹ്മത്തും ബറക്കത്തും ഇറങ്ങുന്ന ഒരു വീടുണ്ട്. അല്ലാഹു നമ്മുടെ വീട് അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ ബറക്കത്ത് ഇറങ്ങുന്ന വീട് 2 നില വീടല്ല, കോടീശ്വരന്റെ വീടല്ല. എന്റെ പ്രിയപ്പെട്ടവർ, ആരുടെ വീടെന്നറിയോ? ഹജ്ജീദവന്റെയോ പള്ളിയിലെ ഉസ്താദിന്റെ വീടൊന്നുമല്ല. ഈ ചിറ്റാറിലെ അല്ലാഹുവിന്റെ കരുണയിറങ്ങുന്ന റഹ്മത്ത് ഇറങ്ങുന്ന ഭവനം, ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീടാണ് നബി മുഹമ്മദ് മുസ്തഫ.
ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവയ്ക്കും. ഭാര്യയും ഭർത്താവ് ഒരു വേണ്ട വേണ്ട നാണം കെടാൻ വയ്യാത്തതുകൊണ്ട് അള്ളാഹു കാത്തിരിക്കും. ഭാര്യയും ഭർത്താവ് ഒരു പാത്രത്തിൽ നിന്നാ കഴിക്കണ്ടേ? കഴിച്ചിട്ടുണ്ടോ? എത്ര കിട്ടിയാലും തികയുന്നില്ല അല്ലേ? വീട്ടിൽ സമാധാനം ഇല്ല അല്ലേ? മക്കള് തമ്മിലടിക്കുന്നില്ലേ? കാരണം എന്തേ? നീ ഒരെണ്ണം എന്റെ ഭർത്താവ് ഒരെണ്ണം. അങ്ങനല്ല അമിന, ഒറ്റ പാത്രത്തിൽ നിന്ന് തിന്ന് അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇന്നിപ്പോ നിങ്ങൾ ആലോചിക്ക്, പണ്ട് വീട്ടിലൊരു പാത്രമുണ്ട്, എല്ലാരും കൂടെ അതിനകത്തായിരുന്നു കഴിക്കണ്ടേ. പണ്ട് നമ്മുടെ ഉമ്മ, അന്ന് പിന്നെ പാത്രമൊന്നും ഇല്ലല്ലോ, ഒരെണ്ണവേ ഉള്ളൂ, 50 ചിലപ്പോൾ ഒരു ചട്ടിയായിരിക്കും, എല്ലാം കൂടെ വാരി അതിനകത്ത് ഇട്ടിട്ട് സിമെന്റ് കുഴക്കണ പോലെ ഒരു കുഴയാ നമ്മുടെ ഉമ്മ. ഇന്നലെ റോഡ് പണിക്ക് ഒരു മനുഷ്യനെ കുഴക്കണ പോലെ ഉമ്മ ഒരു കുഴയുണ്ട്, കയ്യിൽ കൂടിയിട്ട് കുഴയ്ക്കും. നമ്മളിങ്ങനെ ആർത്തിയോടെ നോക്കിയിരിക്കും, വേണോടാ വേണോ ഉമ്മ, വാരി വായിലേക്ക് വെച്ച് തരും. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടവരുടെ ഖബറിനെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഇന്ന് വയലുകളിൽ നിങ്ങളൊക്കെ വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ മക്കൾ 5 വയസ്സിന് മുകളിൽ പ്രായമുള്ള മക്കൾ നിൽക്കുന്നുണ്ട്. പാപ്പയും ഉമ്മയും ചോറൊക്കെ വാരിയൊക്കെ കുഴക്കണം. അവന്റെ മുന്നിൽ വെച്ച് എന്നെ കുഴക്കണം. കേട്ടമ്മ, നീ നിന്റെ മോന്റെയോ മോളുടെയോ മുന്നിൽ വെച്ച് സിമെന്റ് കുഴക്കണ പോലെ ഒന്ന് കുഴക്കണം. കുഴച്ചിട്ട് വലിക്കണം. വേണോ വേണോ പറയും. ഉമ്മ തന്നോളാ, എനിക്ക് വേണ്ട, കാരണം അതും വേസ്റ്റ് ആണെന്ന്, അതും വേസ്റ്റ് ആണെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, പണ്ടത്തെ കൂടപ്പുറപ്പുകൾ എന്ന് പറയുന്നത് എന്റെ കൂടപ്പുറപ്പുകളാണ്. ഇതൊരു സ്നേഹം എന്നറിയും. എടാ, ഞങ്ങൾ ഒരു രക്തപ്പെടാ, ഞാൻ നാട്ടുകാരെന്താ പറയട്ടെ, ഇവൻ എന്റെ കൂടപ്പുറപ്പുകൾ തമ്മിൽ വല്ലാത്ത സ്നേഹമാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ശത്രു നാട്ടുകാരല്ല, കൂടപ്പുറപ്പാണ്. ഇന്ന് നിന്റെ ഏറ്റവും വലിയ ശത്രു നിന്റെ കൂടപ്പുറപ്പ് തന്നെയാണ്. കാരണം എന്റെ ഒരു ബന്ധമില്ല. പണ്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കൂടപ്പുറപ്പുകൾ തമ്മിൽ ഒരു ബന്ധമുണ്ടായിരുന്നു, ഒരു സ്നേഹമുണ്ടായിരുന്നു. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അതൊരു ബറക്കത്താ, മനസ്സുകൾ അടുക്കും. ഞാൻ പറഞ്ഞു വന്നത് താഴെ വീഴുന്ന ഭക്ഷണം നിസാരമായി തള്ളും, വേസ്റ്റ് തന്നെ. എന്നാൽ ചിലരാണെങ്കിൽ കടയിൽ പോയി ഒരു ചായ വാങ്ങിയാലും ഗ്ലാസ് ചായ അടിക്കുന്നതിന് ബർക്കത്തിന് കൊടുത്തിട്ട് പോകുന്നവരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, താഴെ വീഴുന്ന ഭക്ഷണം നിസാരമായി തള്ളിക്കളയുന്നവൻ അവൻ അള്ളാഹുവെ ലോകത്തെ സർവ്വചരാചരങ്ങളുടെയും ശാപം കിട്ടും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മൂന്നാമത്തെ കാര്യം, തിന്നുന്ന ഭക്ഷണത്തിൽ തന്നെ വേസ്റ്റ് വെക്കുന്നവരാണ് നമ്മൾ ഈ പറയുന്നത് ഇല്ലേ? കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണ പാത്രത്തിൽ നോക്കിയാൽ മതി, അതിനകത്ത് കാണാൻ മീൻ സൈഡിൽ എല്ല് ഇപ്പത്തുണ്ടാകും, കരിയാപ്പല സെന്ററിൽ ഉണ്ടാകും. എന്നിട്ട് സെന്ററിൽ നിന്ന് വാരി തിന്നാൻ. അങ്ങനെ ഒരു ജീവിയാ കഴിക്കുന്നത് ഞാൻ പറയുന്നില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്ത് താഴെ വെച്ചാൽ എന്താ സംഭവിക്കാം? ഡൈനിങ് ടേബിളിന്റെ മുകളിൽ വെച്ചാൽ തുടക്കേണ്ടി വരും, അത്രയല്ലേ ഉള്ളൂ. നീ തിന്നണ പാത്രം കഴുകണമല്ലോ. മനുഷ്യർ തിന്നുന്ന പാത്രത്തിന്റെ അകത്ത് വേസ്റ്റ് വെക്കരുത്, അത് നല്ല ഗുണമല്ല. ആരോടാ പറയണേ? ശരീരത്ത് വെച്ചിട്ടാ ചിലർ കഴിക്കണേ, കൈ വെച്ചിട്ട് കഴിക്കത്തുള്ളൂ, മടി വെച്ചിട്ട് കഴിക്കത്തുള്ളൂ. ശരീരത്ത് വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്ന പെണ്ണുങ്ങളെ അള്ളാഹു നമുക്ക് ദാരിദ്ര്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ശരീരത്ത് നിന്ന് കഴിക്കും. ആരോടാ പറയണത്? നടന്നു തിന്നുന്നവന്മാരോടാ പറയണത്. ഇന്ന് ഹാജിയാരുടെ വീട്ടിലും കല്യാണം ചെന്നിട്ട് നിന്ന് തിന്നോണം, കസേരയിലോ ഖത്തീബ് നിന്നോണം. ഖത്തീബ് നിന്ന് കഴിച്ചോണം, അതാ അവസ്ഥ. കഴിച്ചോ? നിന്ന് ഭക്ഷണം കഴിച്ചാൽ കിട്ടുന്ന ശിക്ഷ എന്തെന്നറിയുമോ? മരുന്നുകളില്ലാത്ത രോഗം അള്ളാഹു നിങ്ങൾക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പറഞ്ഞു, നിന്ന് ഭക്ഷണം കഴിക്കുന്നവരും മരുന്നുകളില്ലാത്ത രോഗം. വീട്ടിൽ ചോക്കണം. രാവിലെ ഓട്ട മത്സരമാണ് എന്റെ പെണ്ണുമുള്ള മക്കളും കൂടെ 7 മണിക്ക്. രാവിലെ 7 മണിക്ക് മക്കളും അമ്മയും കൂടെ ഒറ്റ മത്സരം. 6 മണി വരെ കടന്നുറങ്ങും. എന്നിട്ട് 7 മണിക്ക് എഴുന്നേറ്റ് മക്കളെ വിടാൻ വേണ്ടി ഇരുത്തി കൊടുക്കാൻ സമയമില്ല, നടന്നു ഓടുക. ഭക്ഷണമായിട്ട് പുറകിലോട് മക്കള് തിന്നും. നീ ഓടിപ്പടിക്കുന്ന എന്തിനാണെന്നറിയാമോ? ഇവിടെ മുതൽ ഓരോ ഹോസ്പിറ്റലും കയറി ഇറങ്ങി തിരുവനന്തപുരം RCC വരെ ഓടേണ്ടതല്ലേ? അതിനുള്ള പരിശീലനമാണ് മോളെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഭക്ഷണ പാത്രത്തിൽ വേസ്റ്റ് വെക്കരുത്, തിന്നുന്ന പാത്രത്തിന്റെ അകത്ത് വേസ്റ്റ് വെക്കരുത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തൊരാളെയും ഭയപ്പെടേണ്ട. മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ഇന്ന് മുതൽ ജീവിതത്തിൽ മുറുകെ പിടിക്കുമെന്ന് തീരുമാനമെടുത്ത എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹു നിന്റെ
റിസ്കിലെ വിശാലത നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, പടച്ച റബ്ബ് നിന്നെ പട്ടിണിക്കിടൂല, അല്ലാഹു നിനക്ക് ദാരിദ്ര്യം തരൂല, പടച്ച റബ്ബ് നിന്റെ ഭക്ഷണത്തിന് വിശാലത ചെയ്യുകയാ, മക്കൾ പട്ടിണിയായി പോകുമെന്ന് നീ ഭയപ്പെടണ്ട വാപ്പാ, അല്ലാഹു നിന്റെ ഭക്ഷണത്തിന് വിശാലത നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സാമ്പത്തിക ഞെരുക്കങ്ങൾക്ക് നിലവിലൂടെ നടന്നു പോവുകയാണ്, വല്ലാത്ത പ്രയാസമാണ്, വല്ലാത്ത പ്രതിസന്ധിയാണ്, മുഴുവനും തകർന്ന് തരിപ്പണമാവുകയാണ്, എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ലക്ഷങ്ങളുടെ കടങ്ങളുടെ നിലവിലൂടെ നടന്നു പോകുന്നവരുണ്ട്. പരിഹാരം വേണോ? പരിഹാരം വേണോ? പ്രവാചകന്റെ ജീവിതം പിൻപറ്റിയ അല്ലാഹു നിനക്ക് വിശാലത നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സമയത്തിന്റെ പരിധി അല്ലാഹുവേ 10 മണിയായി. നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പഠിക്കുന്നവരാ. അവനെ ശരീരത്തിലെ വസ്ത്രങ്ങൾ മുഴുവനും അഴിച്ചു മാറ്റിയിട്ട് പഴുത്ത് കിടക്കുന്ന മലരാരണ്യത്തിന് മലർത്തി കിടത്തിയിട്ട് കരിമ്പാറയെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് ചാട്ടവാറ കൊണ്ട് തല്ലിച്ചതയ്ക്കുമ്പോ ബിലാൽ തങ്ങളെ വിളിച്ചു പറഞ്ഞു, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. ഈമാനിനെ കുറിച്ച് പറയുന്നവരല്ലേ, ഈമാനിനെ കുറിച്ച് പറയുന്നവരല്ലേ, മഹാനായ പ്രവാചകന്റെ സ്വഹാബികളുടെ ചരിത്രം പഠിക്കുന്നവരാ. എന്റെ പ്രിയമുള്ളവരെ, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പഠിക്കുന്നവരാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കിയ അല്ലാഹു തന്ന നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു നമ്മുടെ ഈമാൻ ഉറപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരു ശക്തിക്കും തകർക്കാൻ കഴിയാത്ത ഈമാൻ, ഒരു ശക്തിക്കും തകർക്കാൻ കഴിയാത്ത ഈമാൻ, ഒരു പണത്തിനും തകർക്കാൻ കഴിയാത്ത ഈമാൻ, ഒരു പ്രലോഭനങ്ങൾക്കും തകർക്കാൻ കഴിയാത്ത ഈമാൻ അല്ലാഹു നമുക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തെറ്റാറുള്ള ഉമ്മമാരെ, പെൺമക്കൾക്ക് പ്രവാചകന്റെ സുന്നത്ത് പഠിപ്പിച്ചു കൊടുക്കുമോളെ, നിന്റെ പെൺമക്കൾക്ക് പ്രവാചകന്റെ സുന്നത്ത് പറഞ്ഞു കൊടുക്ക്. കണ്ടവന്റെ കൂടെ ഒളിച്ചോടുന്ന മകൾ നിന്റെ വീട്ടിലുണ്ടാകില്ല. 18 കൊല്ലം പോറ്റി വളർത്തിയ മാതാപിതാക്കള് അല്ലാഹുവേ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തിയിട്ട് മുസ്ലിമിന്റെ കയ്യിൽ പിടിച്ചിട്ട് പോകുന്ന മകൾ നിന്റെ വീട്ടിലുണ്ടാകില്ല. പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ പറഞ്ഞു കൊടുത്ത ഈമാൻ ഉറയ്ക്കുകയാ, ഈമാൻ ഉറയ്ക്കുകയാ. ഒരു ശക്തിക്കും തകർക്കാൻ കഴിയാത്ത ഈമാൻ അല്ലാഹു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഈമാനെന്നറിയുമോ? ഇങ്ങനെയുള്ള ഈമാനെന്നറിയുമോ? അല്ലാഹു തരുന്ന 2 പ്രതിഫലം കൂടെ ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു ഈ കൈപൊക്കിയവർക്ക് തരുന്ന 2 പ്രതിഫലം കൂടെ പറഞ്ഞു തരാം. ഇതെല്ലാം ദുനിയാവിലെ പ്രതിഫലമാ, ഇതെല്ലാം ദുനിയാവിലെ പ്രതിഫലമാ. ഇനി 2 പ്രതിഫലമുണ്ട്. ഒന്നാമത്തെ പ്രതിഫലം എന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പ്രവാചകൻ മിഅ്റാജിന്റെ രാത്രിയിൽ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ കടന്നു പോവുകയാണ്. ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അതാ തന്റെ വീടിന്റെ മക്കയിൽ നിന്ന് അല്ലാഹുവേ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കടന്നു ചെല്ലുകയാണ്. പ്രവാചകൻ അവിടേക്ക് കടന്നു ചെന്നു. ആ സമയം നോക്കുമ്പോൾ ഒരു ഖബർ പ്രകാശിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോൾ ഒരു ഖബർ പ്രകാശിക്കുകയാണ്. വല്ലാത്ത ഒരു സുഗന്ധം അടിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ജിബ്രീലേ, ഏത് ഖബറാണ് ജിബ്രീൽ? ആ പ്രകാശിക്കുന്ന ഖബറാരാ? ആ പ്രകാശിക്കുന്ന ഖബർ ഏത് പ്രവാചകന്റെ ഖബറാ? വല്ലാത്ത ഒരു
പരിമളം അടിച്ചു വീശുന്നല്ലോ, സ്വർഗത്തിന്റെ വാസനയാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, ആ കാണുന്ന ഖബർ ഏത് പ്രവാചകന്റെ ഖബറാണ്? ജിബ്രീൽ പറയുന്ന നബിയേ യാ റസൂലല്ലാഹ്, അത് പ്രവാചകന്മാരുടെ ഖബറല്ല നബിയേ, ഒരു പെണ്ണിന്റെയും 3 മക്കളുടെയും ഖബറാണ് നബിയേ. സ്വർഗത്തിന്റെ പരിമളം അടിച്ച് വീശുന്ന ഖബർ പ്രകാശിക്കുന്ന ആ ഖബറിന്റെ അകത്ത് കിടക്കുന്നത് പ്രവാചകന്മാരല്ല, ഒരടിമ പെണ്ണും 3 മക്കളുമാണ്. യാ റസൂലല്ലാഹ്, പ്രവാചകം ചോദിച്ചു, ജിബ്രീലേ ആ ഖബറിന്റെ ചാരത്തേക്ക് എന്നെയും കൊണ്ടുപോകുമോ? ആ പ്രകാശിക്കുന്ന ഖബറിന്റെ ചാരത്തേക്ക് എന്നെയൊന്ന് കൊണ്ടുപോകുമോ ജിബ്രീൽ? അല്ലാഹുവേ, ഖബറിന്റെ ചാരത്തേക്ക് കടന്നു ചെന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആരുടെ ഖബറാ? ജിബ്രീലേ, ഈ സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്ന ഈ പ്രകാശിക്കുന്ന ഖബറിന്റെ അകത്ത് കിടക്കുന്ന ഉമ്മയും മക്കളുമാരാ? ചിറ്റാറിലെ പെങ്ങളെ, നിനക്ക് പഠിക്കാനുള്ള ചരിത്രമാ പൊന്നുമോളെ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ്, ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയായ മഹ്ദി മാഷിത ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഖബറാ. മാഷിത എന്ന് പറയുന്ന ഒരു അടിമ പെണ്ണിന്റെയും 3 മക്കളുടെയും ഖബറാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ജിബ്രീലേ ആരാ മാഷിതയാരാ? മാഷിതയ്ക്ക് പ്രതിഫലം കിട്ടാനുള്ള കാരണം എന്താ? അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയാണ് മാഷിത. ഇസ്ലാമിലേക്ക് കടന്നു വന്നു, അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നു. മൂസാ നബി പ്രവാചകനാണെന്ന് അംഗീകരിക്കുകയാണ്. അവസാനം മൂസാ നബി പറഞ്ഞു കൊടുത്തു, മാഷിത എന്ത് നല്ല കാര്യം ചെയ്യുന്ന സമയത്തും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മി പറഞ്ഞിട്ടേ തുടങ്ങാവൂ. അല്ലാഹുവേ, മാഷിത ബീബി റളിയല്ലാഹു തആല അൻഹ ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് ഫിർഔനിന്റെ മകളുടെ മുടി ചീകുന്നതിന് വേണ്ടി ഒരു പുതിയ ചീപ്പെടുക്കുകയാ. മുടി ചീകുന്നതിന് വേണ്ടി ഒരു പുതിയ ചീപ്പെടുക്കുകയാണ്. ആ സമയത്ത് മൂസാ നബി പറഞ്ഞത് ഓർമ്മ വന്നു, ഒരു പുതിയ ചീപ്പാണ് എടുക്കുന്നത്. മാഷിത പറഞ്ഞു, ബിസ്മില്ലാഹ്. അവിടെ നിന്നുകൊണ്ട് ബിസ്മി പറയുകയാണ്. ഫിർഔനിന്റെ മകള് കേട്ടു, ഫിർഔനിന്റെ മകള് കേൾക്കൂ, വാപ്പയുടെ ചെവിയിലെത്തിച്ചു. ഫിർഔന് മാഷിതായെ പിടിക്കുകയാണ്. കൊട്ടാരത്തിലെ അടിമ പെണ്ണ് മുസ്ലിമായെന്നറിഞ്ഞ വെളിയിലെ നാണക്കേടാണല്ലോ. ഫിർഔൻ ഒരുപാട് ഉപദേശിച്ചു നോക്കി. അവസാനം നാട്ടുകാര് മുഴുവനും അറിഞ്ഞു. അല്ലാഹുവേ, ഫിർഔന് നേതാക്കന്മാരെ മുഴുവനും വിളിച്ചുകൂട്ടി. എന്നിട്ട് പറഞ്ഞു, എന്താണ് നിങ്ങളുടെ തീരുമാനം? എന്താ? ആ സമയത്ത് യോഗം ഐക്യകണ്ഠേന ഒരു തീരുമാനമെടുത്തു. ഇവളെ എങ്ങനെയെങ്കിലും ഇസ്ലാമിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരണം, മാതൃകയാകുന്ന രീതിയിൽ ഒരു ശിക്ഷ കൊടുക്കണം. അല്ലാഹുവേ, ചെയ്തതെന്തെന്നറിയുമോ? ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാ. ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിച്ചു. മാഷിത ബീബി റളിയല്ലാഹു തആല അൻഹയെ തിളച്ചുമറിയുന്ന എണ്ണയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ശത്രുക്കള് ചോദിച്ചു, മാഷിത വല്ല മാറ്റവുമുണ്ടോ? മാഷിത നിന്റെ തീരുമാനത്തില് മാറ്റമുണ്ടോ? മാഷിത ബീബി പറഞ്ഞത് എന്തെന്നറിയുവോ? എന്നെ കൊന്നാലും ഞാൻ മടങ്ങി വരൂല, എന്നെ കൊന്നാലും അല്ലാഹനെ വലിച്ചെറിഞ്ഞിട്ട് ഞാൻ വരൂല. ശത്രുക്കള് പറഞ്ഞു, മാഷിത ഈ എണ്ണ നിനക്കുള്ളതല്ല, അങ്ങോട്ട് നോക്കൂ മാഷിത. മൂത്ത മകളെ ശത്രുക്കൾ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവരികയാണ്. തന്റെ ദുന്ത് പ്രസവിച്ച പൊന്നുമോള് അതാ വലിച്ചിടച്ചു കൊണ്ടുവന്ന് ചരിത്രം പറയുന്ന 7 വയസ്സാ തന്റെ പൊന്നാര മകളെ കൊണ്ടുവന്ന് തിളച്ചു കൊണ്ടിരിക്കുന്ന എണ്ണയുടെ മുകളിൽ ഇങ്ങനെ കെട്ടി നിർത്തിയിട്ട് ശത്രുക്കള് ചോദിക്കുന്നു, മാഷിത വല്ല തീരുമാനത്തില് മാറ്റമുണ്ടോ? ഇല്ലെങ്കിൽ
ഇങ്ങനെ നിന്റെ പൊന്നുമോളെ ഈ എണ്ണയ്ക്കകത്തിട്ട് കരിക്കുമെന്ന് പറയുമ്പോ 9 മാസം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയുന്നുണ്ട് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മാഷിത്ത ബീബി റളിയല്ലാഹു തആല കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് പറയുന്നു, മോളെ കരയല്ലേ, എന്റെ പൊന്നുമോള് കരയല്ലേ, നമുക്ക് നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാം, നാളെ റബ്ബിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു തന്റെ പൊന്നാര മകളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് തിളച്ച എണ്ണയിലേക്ക് യാത്രയാക്കുകയാ. തന്റെ പൊന്നാര മകളെ തിളച്ച എണ്ണയ്ക്കകത്ത് കിടന്ന് മരണപ്രാളത്തിൽ കിടന്ന് പിടയുന്നത് മാഷിത്ത ബീബി കണ്ടുകൊണ്ടിരിക്കുകയാ. ചിരിച്ചു പെങ്ങളെ, അപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖത്തോളം ആസിത നോക്കി നിൽക്കുകയാ. ശത്രുക്കൾക്ക് ദേഷ്യമായി രണ്ടാമത്തെ കുഞ്ഞിനെയും കൊണ്ടുവന്നു. ഇതുപോലെ നിർത്തികെട്ട് ചോദിച്ചു, തീരുമാനത്തിൽ മാറ്റമുണ്ടോ, നിന്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടോ? മാഷിത പറഞ്ഞു, ഒരു മാറ്റവുമില്ല. രണ്ടാമത്തെ കുഞ്ഞിനെയും എണ്ണയ്ക്കകത്തിട്ട് കരിക്കുകയാ. മൂന്നാമത് കൊണ്ടുവന്നത് ആരെയെന്നറിയോ? സുബ്ഹാനല്ലാഹ്, പാല് കുടിക്കുന്ന പൊന്നുമോനെയാ. പാല് കുടിക്കുന്ന ഒരു ചെറിയ പൊന്നുമോന് അവനെ കൊണ്ടുവന്ന് തിളച്ച എണ്ണയുടെ മുകളിൽ ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് ശത്രുക്കള് പറഞ്ഞു, നോക്കുമാസിത്ത, നിന്റെ പൊന്നുമോനെ നോക്കുമാസിത്ത, പാല് കൊടുത്ത് കൊതി തീർന്നില്ലല്ലോ, കണ്ട് കൊതി തീർന്നില്ലല്ലോ, ഇവനെയും കൊല്ലണോ മാസിത്ത, നിന്റെ പൊന്നാര മകന്റെ മുഖത്തേക്കൊന്ന് നോക്ക്. മാഷിത്ത ബീബിയുടെ കണ്ണ് നിറഞ്ഞു പോയി, നോക്കാനുള്ള ധൈര്യം കിട്ടിയില്ല. തന്റെ ഉമ്മ പടച്ചവനെ തന്റെ പൊന്നുമോനെ നോക്കാൻ കഴിയുന്നില്ല. തലതാഴ്ത്തി നിന്നിട്ട് മാഷിത്ത ബീബി കരയുകയാ. എല്ലാവരും വിചാരിച്ചു മാഷിത്ത തോറ്റുപോയെന്ന്. ചുറ്റുഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർ മുഴുവനും ചിരിച്ച് കളിയാക്കുകയാണ്. മാഷിത്ത ബീബി നിന്ന് കരയുന്നുണ്ട്. ആ സമയത്ത് പാല് കുടിക്കുന്ന മകൻ നോക്കുമ്പോ തന്റെ പെറ്റുമ്മ നിന്ന് കരയുകയാ. എല്ലാവരും ഉമ്മാനെ കളിയാക്കുകയാ. ആ സമയത്ത് തന്റെ ഉമ്മാന്റെ കരച്ചില് മാറ്റാൻ ആ പാല് കുടിക്കുന്ന കുഞ്ഞ് സംസാരിക്കാറില്ല. പക്ഷേ മാഷിത്ത ബീവിയുടെ മകന് സംസാരിക്കുകയാണ്. യാ ഉമ്മാ ഇക്തഹിമീ. പാല് കുടിക്കുന്ന മകൻ തന്റെ ഉമ്മാനെ വിളിക്കുന്നു, ഉമ്മാ കരയല്ലേ ഉമ്മ, ഇവന്മാരുടെ മുന്നിൽ തോറ്റു കൊടുക്കല്ലേ ഉമ്മ. അമ്മ നമുക്ക് സ്വർഗമുണ്ടുമ്മ. എനിക്ക് ചുംബനം തന്നിട്ട് എന്നെ ചിരിക്കുന്ന മുഖത്തോട് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് യാത്രയാകുമ്മ. പാല് കുടിക്കുന്ന പൊന്നുമകനെ കരഞ്ഞുകൊണ്ട് പറയുമ്പോ മാഷിത്ത ബീബി പിന്നെയും നിന്ന് കരയുകയാ. ആ സമയത്ത് ഉമ്മാന്റെ കരച്ചില് മാറ്റാൻ ആ പൊന്നുമോ പറഞ്ഞത് എന്തെന്നറിയുമോ? ഉമ്മാ, ദുനിയാവിലെ തീ സഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമല്ലോ. അല്ലാഹുവിന്റെ അദാബ് കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. അല്ലാഹുവിന്റെ അദാബ് കൊണ്ട് നിറച്ച നരകത്തിന്റെ തീ സഹിക്കാൻ എന്റെ ഉമ്മാന് കഴിയുവോ? എന്റെ ഉമ്മാനെ കൊണ്ട് പറ്റുവോ? നരകത്തെ കുറിച്ച് പറഞ്ഞു തീരുമ്പോ അല്ലാഹുവേ ഓടി വന്ന് തന്റെ പൊന്നുമോനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് യാത്രയാക്കുമ്പോ, പെണ്ണേ, ഈമാൻ എന്ന് പറഞ്ഞാൽ അതല്ലേടി പൊന്നുമോളെ. അല്ലാഹുവേ, മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹയുടെ 3 മക്കളും മരിച്ചുപോയി. മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മുന്നിൽ ഫിറഔന വന്നിട്ട് പറഞ്ഞു, മാഷിത്ത തോറ്റുപോയി, മാഷിത്ത നിന്റെ വിശ്വാസത്തിന്റെ മുന്നിൽ ഞാൻ തോറ്റുപോയി, നിന്നെ കൊല്ലാൻ പോവുകയാണ്. വല്ല ആഗ്രഹവും ഉണ്ടെങ്കിൽ പറമാഷിത്ത, എനിക്കൊരുപാട് ഭക്ഷണം വിളമ്പിത്തന്ന പടല്ലേ, എന്റെ പൊന്നുമോളെ വല്ലാതെ സ്നേഹിച്ചവളല്ലേ, വല്ല ആഗ്രഹമുണ്ടെങ്കിൽ പറയാൻ പറയുമ്പോ മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, എന്നെ നിങ്ങൾ മരിച്ചിട്ട് എന്നെ കൊന്നിട്ട് കബറടക്കുമ്പോ ആ കബറിന്റെ അകത്തെന്റെ 3 മക്കളെയും ഒന്ന് കുഴിച്ചിടണേ, എന്റെ മക്കളെ എന്റെ കൂടെ തന്നെ കബറടക്കണേ യാ റസൂലല്ലാഹ്. ആ പെണ്ണിന്റെ കബറാണ് നബിയേ. ഞങ്ങളുടെ 6 അടി മണ്ണ് നീ പ്രകാശിപ്പിക്കണേ അല്ലാ. ഞങ്ങളുടെ
കബറിന്റെ അകത്ത് നീ സ്വർഗത്തിന്റെ പരിമളം തരണേ അല്ലാ.